ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് തുടങ്ങാമല്ലേ. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടുത്താണ് ഉള്ളത്. ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയുമ്പം സിമെൻറ്റ് അല്ലേ. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇത് ഷെയർ ചെയ്യണം. കൂടാതെ അധികാരികളിലേക്ക് എത്തിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ഇത് നമ്മുടെ അല്ലേ സാധാരണ സിമെൻറ്റിൻ്റെയും ഇതാക്കിയ അങ്ങനെയുള്ള പോസ്റ്റാണ്. പക്ഷേ ഞാൻ കണ്ട കാഴ്ച എൻ്റെ സുഹൃത്താണ് വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ സംഭവമുണ്ട്. എന്താണ് കണ്ണൂർ നഗരത്തിൽ RTO ഓഫീസ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടയിൽ നടവഴിയില്ലേ, ഫുട്പാത്തിൻ്റെ നടുക്കാണ് ഇരുമ്പിൻ്റെ തൂണ് കൊണ്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഉള്ളത്. അത് 4 തൂണാണ് അടുപ്പിച്ചു. ഒന്നിതാണെങ്കിൽ ഒന്നപ്പുറം ഒന്നിപ്പുറം അങ്ങനെ 4. അപ്പോൾ അത്രയും പവർ ലൈന് പോകുന്ന പോസ്റ്റുകളാണ് ഇലക്ട്രിക്കിൻ്റെ, വർഷങ്ങളായിട്ടുള്ള പോസ്റ്റ്. അതിൻ്റെ കുണ്ട, അതായത് കുഴിച്ചിട്ട കുണ്ടേൻ്റെ അവിടുന്ന് 3 പോസ്റ്റുകൾ ദ്രവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. വീഡിയോയിൽ ദ്രവിച്ചിട്ടുണ്ട്. നല്ല ഇതൊരു പോസ്റ്റാങ്കിൽ, ഈ പോസ്റ്റാങ്കിൽ അല്ലേ, ഇതിൻ്റെ ഈ കുണ്ടക്ക് ഇത് വഴി ഇങ്ങനെ ഈ ലെവലിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഇല്ല, സാധനമില്ല. കാരണം ദ്രവിച്ച് പോയിന്. ആ ഒരു പോസ്റ്റിന് 2 കുറ്റിയേ ഉള്ളൂ കുണ്ടക്കുന്ന്. ബാക്കിയെല്ലാം അതിൻ്റെ നടുക്കെല്ലാം ദ്രവിച്ച് പോയി. അങ്ങനെ 3 പോസ്റ്റ് അപകടാവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങൾ കണ്ടു നോക്കൂ, അധികാരികളിലേക്ക് എത്തിക്കൂ. ബാക്കി ഒരു പോസ്റ്റ് ഉണ്ട്, അതും ഏതാണ്ട് ദ്രവിച്ചിട്ടുണ്ട്. അപ്പം ഇത് ബാക്കി 3 പൂർണ്ണമായിട്ടും അത് ഓട്ടയായിട്ടുണ്ട്. തൂണ് ഇരുമ്പിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ്. അപ്പം നിരവധി ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. RTO ഓഫീസ്, കളക്ടറേറ്റ്, ജില്ലാ പഞ്ചായത്ത്, എല്ലാ ഭാഗത്തും നിരന്തരം അതിൻ്റെ ഉള്ളിലേ കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്. അല്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഫുട്പാത്തിൻ്റെ നടുക്കുള്ളത്. കൂടാതെ ഒരു മരമുണ്ട് ചെരിഞ്ഞിട്ട്, വലിയ മരം, ഹൈറ്റില്ല എന്നാലും ഒരു മാക്സിമം ഇതായിട്ടില്ല. അപ്പോൾ അതിലേ കൂടി നടക്കാൻ തന്നെ വലിയ പാടാണ്. അപ്പം അതിൻ്റെ ഉള്ളിലേ കൂടിയാണ് എല്ലാ ആൾക്കാരും നടന്നു പോകുന്നത്. വളരെ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ് ഈ പോസ്റ്റ് ഇപ്പം ഞാൻ കണ്ടത്. അപ്പം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇത് അധികാരികളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് ഞാൻ തരുന്നു. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് കണ്ടിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ. അപ്പം അവരെ ശ്രദ്ധയിൽപ്പെടുത്തുക. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ബാക്കി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ബാ. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ RTO ഓഫീസിൻ്റെ മുൻവശത്തുള്ള റോട്ടിലാണ്. ഈ റോഡിലാണ്, ഈ ഫുട്പാത്തിലാണ് ഈ പോസ്റ്റ്. കണ്ടോ നിങ്ങൾ കാണുന്നത്? ഈ 4 പോസ്റ്റിൻ്റെ നടുക്കേ കൂടിയാണ് നടപ്പാത. മനസ്സിലാക്കണം. ഇത് നോക്കിയാട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റിൻ്റെ കുണ്ടേൻ്റെ അവസ്ഥ കണ്ടോ? ബാക്കിയെല്ലാം ദ്രവിച്ചു. 2 കുറ്റി പോലെയേ ഉള്ളൂ ഒരു പോസ്റ്റിന്. അതുപോലെ ഈ പോസ്റ്റിനും അങ്ങനെ തന്നെയാണ് ഉള്ളത്. കണ്ടോ ഈ പോസ്റ്റിൻ്റെ അവസ്ഥയും കണ്ടോ? അപ്പോൾ ഈ 4 പോസ്റ്റിൻ്റെ ഇടയിലേക്ക് കൂടിയാണ് യാത്രക്കാർ സഞ്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പോസ്റ്റും ഏതാണ്ട് ദ്രവിച്ചു. ഇനി 2 ഭാഗത്ത് ഇതുപോലെ കുറ്റിയുള്ളൂ. ഈ പോസ്റ്റ് ദ്രവിച്ചിന് അതൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓട്ടയായി മാറും. അപ്പോൾ അത്രയും പവർ ഉള്ള ലൈനാണ് ഈ കാണുന്നത്. നോക്കൂ, അതിൻ്റെ മതിലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ട്രാൻസ്ഫോമറുള്ള വേറെ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പം നിരവധി ആളുകളും വാഹനങ്ങളും കെട്ടിടങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞ ഒരു പോയിൻ്റാണിത്. അപ്പം അപകടാവസ്ഥയിലായതാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക. നമ്മളെ RTO ഓഫീസിൻ്റെ മുൻവശത്തുള്ള നടപ്പാതയിലാണ് ഈ സംഭവം. എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നോക്കൂ, നല്ലോണം ദ്രവിച്ച് പോയി. അത് അവിടെ പീസില്ല, കഷ്ണമില്ല. ഇപ്പോൾ ശക്തമായ കാറ്റോ മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകും എന്നാണ് എനിക്ക് കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ അധികാരികളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നോക്കൂ, ഇത് നോക്കൂ, നമുക്ക് തന്നെ ഭയമാകുന്നു അല്ലേ? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അത് എങ്ങാനും മറിഞ്ഞ് വീഴുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഇത് കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക. ഈ വഴി പോകുന്നത്
നേരെ കളക്ട്രേറ്റ്, RTO ഓഫീസ്, ജില്ലാ പഞ്ചായത്ത് മെയിൻ വഴിയാണ്. ഇപ്പോൾ ഇതിലേ കൂടിയാണ് 100 കണക്കിന് ആൾക്കാർ. കണ്ടോ, ആ ചേച്ചി നടന്നു പോയത് ഇതിൻ്റെ ഈ 4 തൂണിൻ്റെ നടുക്കേ കൂടിയാണ് പോയത്. അതുകൂടാതെ ഇപ്പോൾ ഒരു മരമുണ്ട്, അതും ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ഇത് ആ ബസ് പോകുന്ന വഴി നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ്. ഇത് നേരെ ഇങ്ങനെ പോകുന്നത് നേരെ കാൾടെക്സ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വശത്താണ് RTO ഓഫീസ്, കളക്ട്രേറ്റ്, ജില്ലാ പഞ്ചായത്ത് എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞ മരം കണ്ടോ, മരം വലിയ മരമല്ലെങ്കിലും അതിൻ്റെ തടി നല്ലതാണ്, നല്ല വണ്ണമുണ്ട്, അധികം ഉയരമില്ല. പക്ഷേ അതൊക്കെ മുറിച്ച് മാറ്റേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നടക്കേണ്ട വഴിയില്ല, അതിൽ റിസ്ക് എടുത്തിട്ട് നടക്കണം. അതും ഈ ഇരുമ്പ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇടയിലേക്ക് പോകണം. അപകടാവസ്ഥയിലായ ഈ ഇരുമ്പിൻ്റെ പോസ്റ്റിൻ്റെ ഇടയിലേക്കൂടി പോകണം. അപ്പോൾ എല്ലാവരും ഒന്നിത് ശ്രദ്ധിക്കുക, മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. നിങ്ങൾ എത്ര പേര് ഇതിലേക്കൂടി നടന്നു പോയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചു? ഇല്ല, നമ്മളാരും ശ്രദ്ധിക്കില്ല. എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വന്നു കഴിഞ്ഞാലോ നമ്മളെല്ലാവരും കണ്ണ് തുറക്കും. അപ്പോൾ അപകടം വരാതെ നമുക്ക് എത്രയും പെട്ടെന്ന് അധികാരികളിൽ എത്തിച്ച് അതിന് നടപടി എടുക്കും. കണ്ടോ, ഈ ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. RTO ഓഫീസിൻ്റെ മതിലിനപ്പുറമാണ് ഈ ട്രാൻസ്ഫോമർ. അതിൻ്റെ നടപ്പാതയിലാണ് ഈ പോസ്റ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാവും ഈ പോസ്റ്റിന് എന്നെനിക്ക് തോന്നുന്നു. നടപ്പാതയാണ് ഇതാകണം. മരം കണ്ടോ, ഇതിൻ്റെ ഈ വശത്തേക്ക് കൂടിയാണ് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ പോസ്റ്റുകൾ അപകടാവസ്ഥയിലായിട്ട് നിൽക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അപകടാവസ്ഥ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ? അതെ. പക്ഷെ ആരും ഇത് കണ്ടില്ല, കേട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് അധികാരികളിൽ എത്തിക്കുക. നോക്കൂ, നിരവധി കമ്പികൾ അല്ലേ, ലൈനുകൾ പോകുന്ന സംഭവമായത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. കണ്ടോ, 2 ദിവസം മുന്നേയാണ് തെരുവ് നായ ശല്യം. പക്ഷേ ഇപ്പോൾ അത് ശാന്തമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടോ, ഇത് നടവഴിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മരം കണ്ടോ ഇങ്ങനെ ചെരിഞ്ഞിട്ട്, ഭയങ്കര ഉയരത്തിലുള്ള മരമല്ല, നല്ല പന്തലിച്ച് നിൽക്കുന്ന മരമാണ്. പക്ഷെ എന്നാലും ഇതൊരു നടപ്പാതയ്ക്ക് യോജിച്ചതല്ല. നടപ്പാതയ്ക്ക് നടുക്കാണ് ഈ മരവും. പോസ്റ്റ് ഇപ്പോൾ ഒരു കാരണവശാലും മാറ്റാൻ കഴിയില്ല. പക്ഷേ അടിയന്തരമായിട്ട് അത് പുനഃസ്ഥാപിക്കണം. അതായത് പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കണം. കാരണം അത് നശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ ഈ നടപ്പാത തന്നെ, ഇത് നടക്കുന്നത് തന്നെ ഈ പോസ്റ്റിൻ്റെ ഇടയിലേക്ക് കൂടിയാണ്. കണ്ടോ, അതുകൊണ്ട് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക, അധികാരികളിലേക്ക് എത്തിക്കുക എന്ന കടമ്പ നിങ്ങൾ ചെയ്യുക. അതീവ സങ്കീർണമായ ഒരു സംഭവമാണ്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ്.